ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വീട്ടിൽ പോയതാണ് കേട്ടോ. നെല്ലായ പേങ്ങാട്ടിനാണ് വീട് എന്ന് പറഞ്ഞില്ലേ, വീട്ടിൽ പോയതാണ്. അപ്പോൾ വെറുതെ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞു നമുക്ക് പാടത്ത് കൂടെ ഒന്ന് പോയി വരില്ലേ. അപ്പോൾ നമ്മുടെ നെല്ലായ പട്ടിശ്ശേരി പാടം ഒന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ നെല്ലായ പട്ടിശ്ശേരി പാടം. ഇവിടെ ഏട്ടന്മാർക്കൊക്കെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഒക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഇറങ്ങിയപ്പോ കുട്ടികളും ഉണ്ട് എൻ്റെ കൂടെ. എൻ്റെ രണ്ട് മക്കളും, ഏട്ടൻ്റെ രണ്ട് മക്കള്, പിന്നെ ഏട്ടൻ്റെ മകന്റെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പോ ഈ പാടത്തെ ഒരു ആനപ്പാറ ഉണ്ട്. കുട്ടികൾ ചോദിക്കാണ് ആനപ്പാറ കാണാൻ പോയാലോ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി എൻ്റെ കൂടെ കൂട്ടാണ്. അപ്പൊ നിങ്ങളും വാട്ടോ എൻ്റെ കൂടെ. ഇത് അരിക്കുട്ടൻ കേട്ടോ. ഇത് വലിയ ഏട്ടൻ്റെ ചെറിയ മകന്റെ ചെറിയ കുട്ടി കേട്ടോ. അവൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വിളിക്കുക അരിക്കുട്ടൻ എന്നാണ്. അവൻ്റെ പേര് ആരോമൽ എന്നാണെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷെ മൈക്കൊക്കെ എന്തോ ഒരു കംപ്ലൈന്റ്. ഇവിടെ വന്നപ്പോൾ വോയിസ് ഒന്നും ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം വോയിസ് കൊടുത്തതാണ്. പിന്നെ ഇത് നമ്മുടെ നെല്ലായ പാടത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ചെറുവശ്ശേരി അമ്പലം എന്നാണ് ഞങ്ങൾ പറയാറ്. ഒരു അമ്പലം. മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ എടുക്കാൻ വരാൻ ഭയങ്കര മടി. ആരും വിളിക്കുമ്പോൾ വരുന്നില്ല. വീഡിയോ എടുക്കാൻ ഫോണ് തിരിക്കുമ്പോഴേക്കും അവരൊക്കെ ഓടുക കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മകൻ, ചിക്കു എന്നാ വിളിക്കുക. അവന് തല തട്ടി വരുന്നുണ്ടല്ലേ, എല്ലാവർക്കും മടി. ഇത് പിന്നെ ബാക്കിലുള്ളതാണ് ചെറിയ മകൻ. അവന്റെ ബാക്കിൽ വരുന്ന ഏട്ടന്റെ മകളാണ് അമൃത, അമ്മു എന്ന് വിളിക്കും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആനപ്പാറയുടെ അടുത്തെത്താറാണ്. അവൻ മണ്ടിയതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതും കണ്ടിട്ടില്ല. അപ്പോ രണ്ടാമത്തെ ആളും. അപ്പൊ ആനപ്പാറയുടെ അടുത്തെത്താറായതാണ് ആനപ്പാറ. അപ്പൊ പോണ വഴിക്ക് ഒരു പശുക്കുട്ടി ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കണം. നല്ലൊരു പശുക്കുട്ടി കേട്ടോ. തൊടാനൊക്കെ അയക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പശുക്കുട്ടി, നായക്കുട്ടികളെ, പൂച്ചക്കുട്ടി, അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പൊ ഞാൻ അതിനെങ്ങനെ തൊടുമ്പോ ഒന്നും കാട്ടണമെന്നില്ല, ഒതുങ്ങി നിൽക്കണോ കണ്ടിട്ട്. നല്ലൊരു പശുക്കുട്ടി. ആരോ ഓടുന്ന് കെട്ടിയിട്ട് പോയതാവും. പിന്നെ ഇതാണ് നമ്മുടെ ക്യാമറാമാൻ അനന്തു. അപ്പൂസ് എന്നിട്ടോ വിളിക്കുക. അവൻ +2 പഠിക്കുകയാണ്. അവൻ അധികവും കൂടെ ഉണ്ടാവും വീഡിയോ ഒക്കെ എടുത്തു തരാനൊക്കെ. ഇപ്പം പരീക്ഷയൊക്കെ ആവുന്ന കാരണം ഇപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് വരുള്ളൂ കേട്ടോ. അപ്പോൾ അവന് പരീക്ഷയാണ്. അപ്പൊ നമ്മുടെ ആനപ്പാറയുടെ അടുത്തെത്തി. ഇതാണ് നമ്മുടെ ആനപ്പാറ. ഇവിടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെല്ലാവരും ഇവിടെ ഇങ്ങനെ വൈകുന്നേരമൊക്കെ പോയിരിക്കാറുണ്ട് കേട്ടോ. രണ്ടോ ആനപ്പാറ. ഇപ്പൊ കുറേ ഒന്ന് പോയിട്ട്. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞപ്പോ അങ്ങോട്ട് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് ആനപ്പാറ. അപ്പൊ ഞാൻ എന്തായാലും ഇതുവരെ വന്നതല്ലേ, അപ്പൊ ഒന്ന് കേറി നോക്കാന്നൊക്കെ വിചാരിച്ച് മേലെ കേറി. എന്തായാലും മക്കളൊക്കെ കേറിയായിരുന്നു, എല്ലാരും കേറിട്ടോ. അങ്ങനെ ഞങ്ങള് ആനപ്പാറയുടെ മുകളിലെത്തി. എന്നിട്ട് അതിന്റെ മേലെന്ന് താഴത്തേക്കൊക്കെ നോക്കാൻ നല്ല ഭംഗി. 4 പുറം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ പോണം, അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും പോകാൻ പറ്റില്ല. ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വെയിലാവും. എന്നാൽ തന്നെ ഞങ്ങൾ പോണ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. ഇവിടെ വന്നപ്പോ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും എൻ്റെ ചെറിയ ഏട്ടൻ്റെ മക്കള്, പിന്നെ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കള് എല്ലാരും കൂടി, പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടി കേട്ടോ ഈ പാറപ്പുറത്ത് കയറാൻ വരവ്. അപ്പം മഴയാണെങ്കിലും കുഴപ്പമില്ല, വെയിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഈ പാടത്ത് കഴായ ഉണ്ടാവും കേട്ടോ. ഞങ്ങൾ അതിലൊക്കെ കുളിച്ച്, കഴായ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ ഈ പാടത്തൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ തുള്ളിച്ചാടി കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നും. ചെറുപ്പം തന്നെയായിരുന്നു നല്ലത്. കുട്ടിക്കാലല്ലേ നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പൊ അതൊക്കെ ഓർക്കുമ്പോ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ ആനപ്പാറയിൽ നിന്നൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് പോവാൻ കേട്ടോ. അപ്പൊ ചിക്കുവിനെ അവിടുന്ന് പോരാൻ ഭയങ്കര മടി. അവൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അവനെയൊക്കെ വിളിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇനിയിപ്പോ എന്നാ ആനപ്പാറയെ കാണാനൊന്നും അറിയില്ല. അപ്പൊ ആനപ്പാറയ്ക്കൊരു ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ആനപ്പാറപ്പുറത്ത് കയറാൻ പോകുമ്പോ പശുക്കുട്ടീനെ കണ്ടില്ലേ, അപ്പൊ അതിനെ കൊണ്ടുപോകാൻ അതിന്റെ ഉടമസ്ഥനാണ് തോന്നുന്നുണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കേണ്ട ആളോട് നിങ്ങളുടെ പശുക്കുട്ടിയാണെന്ന് ചോദിക്കാൻ കേട്ടോ. പക്ഷെ ആൾക്ക് 2-3 വട്ടം പറഞ്ഞൊന്നും കേൾക്കല്ല. പിന്നെ ആന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ തിരിച്ച് ഞങ്ങളോട് നിങ്ങൾ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങള് ആനപ്പാറപ്പുറത്ത് കയറാൻ പോയതാണെന്നൊക്കെ പറഞ്ഞു.
എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ കുട്ടികളെ കാണാനില്ല, അവരൊക്കെ മുന്നിൽ വണ്ടി ഉണ്ടിട്ടേ. അപ്പോൾ അവര് അപ്പോൾ അടുത്തൊരു പശുവിനെ കണ്ടു. അപ്പോൾ മറ്റേ പശുക്കുട്ടിയില്ലേ അതിൻ്റെ അമ്മയാണ് കേട്ടോ അത്. ഇതിനെ തൊടണമെന്നുണ്ട്, എനിക്ക് തൊടണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. നല്ല ഭംഗിയുള്ളതാട്ടോ, പക്ഷെ ഒതുങ്ങി നിൽക്കണമൊക്കെ ഉണ്ട്. അപ്പം എന്തായാലും ഞാൻ തൊടാൻ, അപ്പം എനിക്ക് അങ്ങനൊന്ന് തൊട്ടിട്ടെന്നാലും, പക്ഷെ അത് ഇങ്ങനെ കൊമ്പൊന്നുമില്ല, എന്നാലും നമുക്ക് പേടിയായിട്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് പോന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീടിൻ്റെ അടുത്തെത്താറായേ. മകൻ മുന്നിൽ പോവാണ്, അവന് മുമ്പേ നടന്നു പോയി. അപ്പോൾ അതാ നമ്മുടെ കല്ലിക്കുളം എന്നാട്ടോ പറയാ, നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി, റോഡെത്തി. കല്ലിക്കുളം എന്നാണ് ഞങ്ങൾ പറയാ. ഇതുണ്ടോ ഇവിടെ മുളയൊക്കെ നിൽക്കുന്നുണ്ടോ. ആദ്യമൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടുന്ന് മുളയരിയില്ലേ, മുളയരിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവിടെയൊക്കെ അതിൻ്റെ ചോടൊക്കെ നല്ല അടിച്ച് വൃത്തിയാക്കി ചാണകമൊക്കെ മെഴുകിയിട്ട് ഇടുമായിരുന്നു. അപ്പം മുളയരി വീണിട്ടുണ്ടാവും. പിന്നെ ചെന്ന് നോക്കുമ്പോൾ മുളയരിയൊക്കെ വൃത്തിയാക്കിയിട്ട് പായസം, ഉപ്മാവ്, അങ്ങനെ കുറേ പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ തൊടിയിലത്തെ മുള തന്നെയാണ്, നമ്മുടെ വളപ്പിലുള്ള മുളകൾ തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ വീട്ടിലെത്താറായിട്ടോ. വീട്ടിലെത്തി. ഇവിടെ മണ്ഡപത്തിൽ വിളക്ക് വെക്കൽ തുടങ്ങി കേട്ടോ. മണിയടി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ അമ്പലം ഉണ്ടെന്ന്. അപ്പൊ അതാ ഇവിടെ എടുത്തിമ്മ നനയ്ക്കട്ടോ, വാഴയൊക്കെ നനയ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ബായ്.